ഇന്ത്യൻ റൗണ്ട് ടേബിളിൽ ഒരിക്കൽ കമൽഹാസൻ പറഞ്ഞു, ഇനി റീജിയണൽ സിനിമ എന്നത് നിലവിലുണ്ടാകില്ല, എല്ലാം ഒറ്റ ഇന്ത്യൻ സിനിമ. വിവിധ സിനിമാരംഗങ്ങൾ സംയോജിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കമൽഹാസന്റെ വാക്കുകൾ ശരിവെച്ച് ഭാഷ, സംസ്കാരം എന്നിങ്ങനെയുള്ള വേർതിരിവ് ഇന്ന് സിനിമയിൽ അദൃശ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമ സമം ബോളിവുഡ് എന്ന് കാലാകാലമായി ഉറപ്പിച്ച ധാരണയും കാലഹരണപ്പെട്ടു. അവിടെ തെന്നിന്ത്യയിൽ നിന്നും പാൻ ഇന്ത്യൻ സിനിമ എന്ന കോൺസെപ്റ്റിലേക്ക് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളും രൂപപ്പെട്ടു. ബജറ്റ് കൊണ്ട് തമിഴ്, തെലുങ്ക് സിനിമകളും പ്രമേയങ്ങളിലൂടെ മലയാളവും എക്കാലത്തും തലയുയർത്തി നിന്നപ്പോൾ മറ്റു ഭാഷകളിലെ മാസ് ചലച്ചിത്രങ്ങളോട് മത്സരിക്കാൻ കഴിയാതെ സ്വന്തം വിപണിയിൽ ഒതുങ്ങിപ്പോയ ഒരു ചലച്ചിത്ര മേഖലയായിരുന്നു കന്നഡ. കലാമൂല്യമുള്ള ഒരു ശാഖ അവിടെ ഉണ്ടായിരുന്നപ്പോഴും ഇന്ത്യയുടെ പൊതുചലച്ചിത്ര രംഗത്തേക്ക് കന്നഡ സാന്നിധ്യം കുറവായിരുന്നു. എന്നാൽ ഇന്ന് സീൻ വേറെയാണ്. മറ്റേത് മേഖലയോടും കിടപിടിക്കുന്ന സിനിമകൾ ബജറ്റ് കൊണ്ടും പ്രമേയം കൊണ്ടും കന്നഡത്തിൽ നിന്നും എത്തുന്നു. ഇത് കന്നഡ സിനിമയുടെ ഉയർത്തെഴുന്നേൽപ്പ്. കാണാം ടേക്ക് വൺ. $16 കോടി ബജറ്റിൽ പ്രാദേശികമായ ആചാരാനുഷ്ഠാനങ്ങളും മിത്തും ഇടചേർത്ത കന്നഡ ഭാഷയിൽ ഒരു സിനിമ ഇറങ്ങി. പ്രാദേശികമായ സംഭവങ്ങളെ കോർത്തിണക്കിയ ചിത്രം പ്രതീക്ഷിച്ച പോലെ തന്നെ കന്നഡത്തിൽ പ്രേക്ഷകർ ഏറ്റെടുത്തു. എന്നാൽ അവിടം കൊണ്ടൊന്നും തീർന്നില്ല. മികച്ച അഭിപ്രായം നേടിയപ്പോൾ ഹിന്ദിയിലും തെലുങ്കിലും തമിഴിലും മലയാളത്തിലുമെല്ലാം ചിത്രം ഡബ്ബ് ചെയ്ത് റിലീസ് ചെയ്തു. പിന്നെ കണ്ടത് വെള്ളിത്തിരയിലെ മാജിക്. ഭാഷയും ദേശത്തിനും അതീതമായി രാജ്യത്താകമാനം പ്രേക്ഷകരെ അതിശയിപ്പിച്ചതാണ്. ഫൈനൽ കളക്ഷൻ നോക്കുമ്പോൾ 16 കോടി മുടക്കിയ ചിത്രം നേടിയത് 450 കോടി. കാന്താര എന്ന അതിശയ സിനിമ സൃഷ്ടിച്ച ചരിത്രത്തിന്റെ കഥയാണ് ഈ പറഞ്ഞത്. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച ചിത്രം സംവിധാനം ചെയ്തതും നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചതും ഋഷഭ് ഷെട്ടിയായിരുന്നു. ചിത്രത്തിന്റെ ഐതിഹാസിക വിജയം തന്നെയാണ് രണ്ടാം ഭാഗം ഒരുക്കുന്നതിലേക്കും പിന്നണി പ്രവർത്തകരെ പ്രേരിപ്പിച്ചത്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് പ്രകാരം കാന്താര രണ്ടാം ഭാഗം ചിത്രീകരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. വിവിധ ലൊക്കേഷനുകളിലായും വമ്പൻ സെറ്റ് ഒരുക്കിയും സ്റ്റുഡിയോയിലുമായാണ് ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത്. ചിത്രീകരണത്തിനൊപ്പം തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളും തുടങ്ങിക്കഴിഞ്ഞു. ഋഷഭ് ഷെട്ടി തന്നെ രചനയും സംവിധാനവും നിർവഹിച്ച് നായകനാവുന്ന കാന്താര രണ്ടാം ഭാഗവും ഹോംബാലെ ഫിലിംസ് തന്നെയാണ് നിർമ്മിക്കുന്നത്. ഒന്നാം ഭാഗത്തേക്കാൾ ബജറ്റിലും ആവിഷ്കാരത്തിലും വമ്പൻ സിനിമയായിട്ടാണ് കാന്താര 2 എത്തുന്നത്. പ്രേക്ഷകർ കണ്ട കാന്താരയുടെ ഫ്രീക്വലും പുരാണ ഘടകങ്ങളും ഉൾപ്പെടെയാണ് രണ്ടാം ഭാഗം കാന്താര ചാപ്റ്റർ 1 ഒരുക്കുന്നത്. അവിടെ കൊണ്ട് തീരുന്നില്ല. ആദ്യ ഭാഗത്തിന്റെ ബജറ്റിനേക്കാൾ 10 ഇരട്ടിയോളമാണ് ഹോംബാലെ രണ്ടാം ഭാഗത്തിനായി മുതൽ മുടക്കുന്നത്. 150 കോടി ബജറ്റിൽ AD 400 കാലഘട്ടത്തിലെ കഥ പറയുന്ന ചിത്രത്തിന് ബിഗ് ബജറ്റ് ദൃശ്യാനുഭവമാണ് ഒരുക്കുന്നത്. VFX, വിഷ്വൽ ഇഫക്റ്റുകളും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത വിസ്മയ കാഴ്ചയാണ് തയ്യാറാകുന്നത്. ബജറ്റ് പോലെ തന്നെ കാന്താര 1നേക്കാൾ 10 ഇരട്ടി നിലവാരമുള്ള സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് പിന്നണി പ്രവർത്തകർ ലക്ഷ്യമിടുന്നത്. പുരാണ പശ്ചാത്തലമോ തീത്തുപ്പും തോക്കും മെഷീൻ ഗണ്ണുമില്ലാതെ പ്രാദേശികമായ ഒരു കഥ പറഞ്ഞ ചിത്രം രണ്ടാം ഭാഗത്തിനായി സൃഷ്ടിക്കുന്ന പ്രേക്ഷകരുടെ കാത്തിരിപ്പാണ് ഇന്ത്യൻ സിനിമയിൽ കന്നഡ സിനിമാ ലോകത്തെ തല ഉയർത്തി നിർത്തുന്നത്. അത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിൽ സംഭവിച്ച വിപ്ലവമെന്ന് പറയാം. യുവ സംവിധായകരുടെയും അണിയറക്കാരുടെയും വീക്ഷണവും സിനിമാ സമീപനവും പരമ്പരാഗത കഥ പറച്ചിലും ആഖ്യാനത്തിലും കൊണ്ടുവന്ന മാറ്റവും സൃഷ്ടിച്ചതാണ് അതിനു കാരണം. രക്ഷിത് ഷെട്ടി, ഋഷഭ് ഷെട്ടി, രാജ്ബി ഷെട്ടി, പ്രശാന്ത് നീൽ, അനൂപ് ഭണ്ഡാരി, പവൻ കുമാർ, ഹേമന്ത് M. റാവു, രാം റെഡ്ഡി എന്നിവരെ പോലുള്ള സംവിധായകർ കന്നഡ സിനിമയുടെ റേഞ്ച് തന്നെ മാറ്റിമറിച്ചു. ഇന്ന് കന്നഡ സിനിമയെ അവരുടെ സംസ്ഥാനത്തിന് പുറത്ത് വലിയ പ്രേക്ഷക സമൂഹത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. KGF-ഉം കാന്താരയും വിക്രാന്തുമൊക്കെ കന്നഡ സിനിമയ്ക്ക് പുതിയ വഴി വെട്ടിത്തെളിക്കുകയായിരുന്നു. കന്നഡ സിനിമാ ലോകത്ത് നിന്നും പ്രേക്ഷകരെ അതിശയിപ്പിച്ച് സംസ്ഥാന അതിർത്തി കടന്നു വന്ന ആദ്യ സിനിമ KGF ആണ്. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത 80 കോടി ബജറ്റിൽ പീരീഡ് ആക്ഷൻ ഡ്രാമയായി വന്ന KGF കന്നഡ സിനിമയുടെ ജാതകം തന്നെ തിരുത്തിക്കുറിച്ചു. തെലുങ്കിൽ നിന്നുമെത്തിയ SS രാജമൗലിയുടെ ബാഹുബലിയിലൂടെ സൃഷ്ടിച്ച അതേ ഇമ്പാക്റ്റ് ബോക്സ് ഓഫീസിലും പ്രേക്ഷകർക്കിടയിലും KGF-ഉം നേടിയെടുത്തു. 250 കോടി കളക്ഷൻ നേടിയ ചിത്രം രണ്ടാം ഭാഗത്തിലുള്ള വലിയ കാത്തിരിപ്പും പ്രേക്ഷകരിലൊരുക്കി. അതോടെ കന്നഡ സിനിമയ്ക്ക് കർണാടകത്തിന് പുറത്തും വിശാലമായ മാർക്കറ്റിനുള്ള വാതിൽ തുറന്നു. വലിയ മുതൽ മുടക്കിന് ഹോംബാലെ ഫിലിംസ് മുതിർന്നതോടെ KGF രണ്ടാം ഭാഗം നേടിയത് വേൾഡ് വൈഡ് 1200 കോടിയിലേറെ. പിന്നാലെ കിച്ച സുദീപിന്റെ വിക്രം റോണ, രക്ഷിത് ഷെട്ടിയുടെ 777 ചാർലി എന്നിവയും കർണാടകയ്ക്ക് പുറത്ത് വലിയ രീതിയിൽ ശ്രദ്ധ നേടി.
കന്നഡ സിനിമയ്ക്ക് പുതിയ ഉണർവുണ്ടായതിന് 3 പ്രധാന കാരണങ്ങളുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. ഒന്ന്, നമ്മുടെ സംസ്കാരത്തിൽ വേരൂന്നിയ കഥകൾ തിരഞ്ഞെടുത്തത്. രണ്ടാമതായി, ഈ കഥകൾ മെട്രോ പ്രേക്ഷകരെ മാത്രമല്ല, വിശാലമായ ഇന്ത്യൻ ജനതയെ ആകർഷിക്കാൻ പ്രാപ്തമായത്. മൂന്നാമതായി, കഥ പറച്ചിലിനും ചലച്ചിത്ര നിർമ്മാണത്തിനും പുതിയ കാഴ്ചപ്പാടുണ്ടായത്. ഈ ഘടകങ്ങളെല്ലാം ചേർന്നപ്പോഴാണ് KGF-ഉം കാന്താരയുമെല്ലാം വൻ വിജയമായത്. വലിയ മുതൽമുടക്കുള്ള വ്യവസായം എന്ന നിലയിൽ നിർമ്മാതാക്കളെടുത്ത റിസ്ക് തന്നെയാണ് ഈ മാറ്റത്തിന് അടിസ്ഥാനവും. ശക്തമായ ആഖ്യാനവും മികച്ച പ്രകടനവും വിസ്മയിപ്പിക്കുന്ന ദൃശ്യാനുഭവം സൃഷ്ടിച്ചാൽ ഭാഷാഭേദമില്ലാതെ പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഒഴുകുമെന്ന് കന്നഡ സിനിമാ ലോകം തെളിയിക്കുകയായിരുന്നു. ഒരു കാലത്ത് മാറ്റി നിർത്തപ്പെട്ട കന്നഡ സിനിമാ ലോകം ഇന്ന് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ അഭിമാനമായി മാറുകയാണ്. വലിയ സിനിമകൾ സാധ്യമാകുമ്പോൾ തന്നെ യു-ടേൺ, ഗരുഡഗാമന ഋഷഭവാഹന, സപ്തസാഗര ദാച്ചയെല്ലോ, ടോബി, വേദ തുടങ്ങിയ സിനിമകളും അവിടെ നിന്നും ശ്രദ്ധ നേടുന്നു. ഇന്ന് ഇന്ത്യൻ സിനിമ മാറിയ അഭിരുചികളുടെയും കാഴ്ചാശീലത്തിന്റെ പുതിയ അനുഭവത്തിലേക്കുമാണ് ചുവടുവെക്കുന്നത്. അവിടെ ഭാഷാതിരുകളോ ബജറ്റിന്റെ പെരുമയോ താരബാഹുല്യമോ അല്ല, പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുക എന്നതാണ് സിനിമയുടെ വിജയമന്ത്രം. അത് ഇനിയുമേറെ സാധ്യമാകട്ടെ.